ഇന്ന് ഞാൻ എൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ വന്നിട്ട് പറഞ്ഞത് അച്ഛൻ പണിക്ക് പോയി 10 മണിക്ക് കഴിക്കാൻ വെച്ച പഴം മറന്നിട്ട് പോയെന്ന്. അച്ഛൻ്റെ പണി ഇന്ന് വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അത് കാരണം ഞാൻ വേഗം വണ്ടി എടുത്തിട്ട് പോയി. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ നാട്. നല്ല പച്ചപ്പും ഹരിതയും ഊഷ്മളതയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ മറിഞ്ഞിരിക്കുന്ന വലിയൊരു മലയുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നത്. ഒരു നേരം ഭംഗി ആസ്വദിച്ചെന്ന് ഞാൻ 10 മണിക്ക് വരെ 11 മണിക്ക് വരെ എത്തുള്ളൂ പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി. ഇതാണ് എൻ്റെ അച്ഛൻ പണിയുന്ന സ്ഥലം. ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. എന്നെ കണ്ടപ്പോഴുള്ള സന്തോഷത്തിൻ്റെ പ്രകടനമാണത്. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് സുന്ദരൻ എന്നാണ്. പേര് പോലെ തന്നെ ആളുടെ സ്വഭാവം സുന്ദരമാണ്. എൻ്റെ അച്ഛന് കൂലിപ്പണിയാണ്, ആശാരിയാണ്. വീഡിയോ എടുക്കുന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനും ഇടയ്ക്ക് അച്ഛൻ്റെ ഒപ്പം പണിക്കൊക്കെ പോകാറുണ്ട്. പറ്റുവാണെങ്കിൽ അച്ഛന്മാരുടെ ഒപ്പമൊക്കെ നിങ്ങളും പണിക്ക് പോകാനായിട്ട് നോക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവരെ സഹായിക്കാനായിട്ട് പറ്റും. അവർക്കും വലിയ സന്തോഷം അതൊക്കെ കാണുമ്പോൾ. അപ്പോഴേ നമുക്ക് അധ്വാനത്തിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പറയുന്നത് എനിക്ക് ഇതൊക്കെ അറിയുമെന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും. എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഏതൊരു പണിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, യോഗ്യതയുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഒരു കടയിൽ പോയി. അമ്മ വരുമ്പോൾ പപ്പടം മേടിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു.